പോയേ നിന്റെ പെണ്ണിനെ കാണ്. ചെന്ന് അവളെ ആശ്വസിപ്പിക്ക. പൊള്ളി നേറിയിരിക്കുന്ന അവൾക്ക് കുറച്ച് മരുന്നൊക്കെ തേച്ചു കൊടുക്കടാ. ഓ അങ്ങനെ ആവട്ടെ. എഴുന്നേക്കണ്ട, ഇരുന്നോളൂ. How are you feeling now? കുഴപ്പമില്ല, ബെറ്ററാ. പെയിൻ ഉണ്ടോ? ചെറിയ പെയിൻ ഉണ്ട്. ഓ സോറിഡോ. രാജു അല്ല, ഞാനാണ് തന്നെ രക്ഷപ്പെടുത്തേണ്ടിയിരുന്നത്. ഞാൻ ആ സമയത്ത് ഇൻഫെക്ഷനായിട്ട് അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. അത് സാരമില്ല, ഇറ്റ്സ് ഓക്കെ. അല്ല, റോഹൻ എന്താ പറ്റിയേ? എനിക്കറിയില്ലടോ. എനിക്ക് ആ ഡ്രസ്സ് ഇട്ടപ്പം മുതല് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരീരം മൊത്തം ചൊറിയാൻ തുടങ്ങി. എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. എന്നിട്ട് കുറവുണ്ടോ? ഇല്ലടോ, എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കണം. അതിനും കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോ ഹൃദയം കൂടെ കാണിക്കാന്ന് കരുതി. എന്നെന്തിനാ ഡോക്ടറിനെ കാണിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഓക്കെയാ. അത് ശരിയാവില്ലടോ. ദേ, ഇത്രയും പൊള്ളലേറ്റിട്ടും താൻ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ അതെങ്ങനെ ശരിയാവുന്നേ? വർമ്മയെങ്കിലും പറഞ്ഞു താൻ ഹോസ്പിറ്റലിൽ പോയില്ലെന്ന്. അത് സാരില്ല, ഞാൻ ഓക്കെയാ. ഇല്ലടോ, എനിക്കൊരു സമാധാനമില്ല. ഞാൻ വർമ്മയെങ്കിളിനോട് സംസാരിച്ച് അനുവാദം വാങ്ങിച്ചു. അങ്കിളാ പറഞ്ഞത് ഹൃദയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഐ എം ഫൈൻ റോഹൻ. പ്ലീസ്, എനിക്ക് ഹോസ്പിറ്റലിൽ വരാനുള്ള മൂഡില്ല. എനിക്കറിയാം താൻ ഇങ്ങനെ പറയൂന്ന്. അതുകൊണ്ടാ ഞാൻ അങ്കിളിനോട് സംസാരിച്ച് അനുവാദം വാങ്ങിച്ചത്. ഇനിയിപ്പോ ഋതിക വന്നില്ലെങ്കിൽ അങ്കിളിന് ഒരു ബുദ്ധിമുട്ടാവും. ദൈവമേ, ഇവൻ എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. ഇവനിങ്ങനെ പുറകെ കൂടിയിരിക്കുകയാണല്ലോ. ഇവന്റെ കൂടെ പോയില്ലെങ്കിൽ ഇവൻ അതും പറഞ്ഞ് ഇവിടെ നിൽക്കും. ശരിയാവില്ല, ഇവന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയേക്കാം. പക്ഷെ ഹോസ്പിറ്റലിൽ പോകുന്നത് രാജുവിനെ അറിയിക്കണമല്ലോ. അറിയിക്കാതിരുന്നാ ശരിയാവില്ല. രാജും കൂടെ അവിടെ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. അല്ല, താനെന്താ ആലോചിക്കുന്നത്? വേഗം റെഡിയാവ്. 5 minutes. ഞാൻ ഡ്രസ് ഒന്ന് മാറ്റട്ടെ. ശരി, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ദൈവമേ, രാജുവിന്റെ ഫോണ് ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണല്ലോ. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം രാജുവിനെ എങ്ങനെ അറിയിക്കും? ഫസ്റ്റ് ഡ്രസ് ചേഞ്ച് ചെയ്യാം, എന്നിട്ട് രാജുവിനെ ഒന്നുകൂടി വിളിക്കാം. അകലേ നോവിനാലേ